+1 വിദ്യാർത്ഥിക്ക് കരുതലായി നാട്ടിക എസ്.എൻ. ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS വിദ്യാർത്ഥികളും കോർഡിനേറ്റർ ശലഭ ജ്യോതിഷും. 9 വർഷമായി മുടങ്ങിയിരുന്ന സ്ഥലം രജിസ്ട്രേഷൻ പൂർത്തിയാക്കി. സാമ്പത്തിക പ്രതിസന്ധി കാരണം 9 വർഷമായി മുടങ്ങിക്കിടന്നിരുന്ന 3.5 സെന്റ് സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ എസ്.എൻ. ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിൻ്റെ ഇടപെടലിലൂടെയാണ് പൂർത്തിയാക്കിയത്. സ്കൂളിൻ്റെ പതിവ് പ്രവർത്തനമായ ഓരോ കുട്ടിയുടെയും വീട്ടിലേക്ക് അധ്യാപകർ സന്ദർശനത്തിനിടയിലാണ് ക്ലാസ് ടീച്ചറും NSS കോർഡിനേറ്ററുമായ ശലഭ ജ്യോതിഷ്, പ്രിൻസിപ്പൽ ജയ ബിനി GSB, അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഷൈജ EB എന്നിവർ വിദ്യാർത്ഥിയുടെ അവസ്ഥ മനസ്സിലാക്കിയത്. തുടർന്ന് NSS വിദ്യാർത്ഥികളെ ചേർത്ത് ചർച്ച നടത്തി. ആവശ്യമായ തുക സമാഹരിക്കാൻ വിവിധ ചലഞ്ചുകൾ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നുള്ള ഈ ശ്രമം വിജയകരമായി പൂർത്തിയാക്കുകയും ആവശ്യമായ തുക കണ്ടെത്തുകയും ചെയ്തു. ചടങ്ങിൽ PTA പ്രസിഡന്റ് PSP നസീർ, പ്രിൻസിപ്പൽ ജയ ബിനി GSB എന്നിവരുടെ സാന്നിധ്യത്തിൽ പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ്, NSS ലീഡർമാരായ ദേവദർശൻ KS, ശിവനന്ദ EH എന്നിവർ ചേർന്ന് ബാക്കിയുള്ള തുക കൈമാറി. NSS വളണ്ടിയേഴ്സായ രോഷിത് അരുൺ, മുഹമ്മദ് അഷ്റഫ് TN, നിവ സാബു, ഹിബ സാജുദ്ദീൻ, റയാൻ ഷമീർ, NSS അസിസ്റ്റന്റ് കോർഡിനേറ്ററായ ഷൈജ EB തുടങ്ങിയവർ പങ്കെടുത്തു. എസ്.എൻ. ട്രസ്റ്റ് നാട്ടിക സ്കൂളിലെ NSS യൂണിറ്റ് 427 ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ അടുത്ത ഘട്ടത്തിലോട്ട് കടന്നിട്ടുണ്ട്. നമ്മുടെ സ്കൂളിൽ 9 കൊല്ലമായിട്ട് ഒരു കുട്ടിക്ക് വസ്തു വാങ്ങുകയും മൊത്തത്തിൽ വാങ്ങാൻ പറ്റാതെ, വീട് വെക്കാനും പറ്റാതെ, അത് ഇപ്പോഴും നമ്മുടെ NSSലെ കുട്ടികൾ അത് വിവിധ ചാലഞ്ചുകൾ ചെയ്ത് കാശ് കണ്ടുപിടിച്ച് അത് ആ ഓണറിനെ കൊടുത്ത് വസ്തു വാങ്ങി ഇപ്പം നമ്മുടെ ആ കുട്ടിക്ക് നമ്മുടെ എസ്.എൻ. ട്രസ്റ്റിലെ +1 സ്റ്റുഡൻറ്റിന് വസ്തു കൈമാറുകയാണ്. അത് 9 വർഷം മുമ്പൊക്കെ രജിസ്ട്രേഷൻ അഡ്വാൻസ് കൊടുത്താൽ അത് മുടങ്ങിപ്പോയാൽ പിന്നെ ഓണർക്ക് അത് കൊടുക്കണം എന്നൊന്നും നിയമമില്ല. പക്ഷേ ഞങ്ങളത് ഇനീഷ്യേറ്റ് ചെയ്ത് ഞാൻ വിളിച്ച ഉടൻ തന്നെ അവർ ടീച്ചർ പറഞ്ഞാൽ എന്നാണ് ഞങ്ങൾ എന്ന് പൈസ തന്നാലും ഞങ്ങൾ തരാൻ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ചലഞ്ചിലേക്ക് വിവിധ ചലഞ്ചിലൂടെ, ചുരിദാർ ചലഞ്ച് അങ്ങനെ തുടങ്ങിയ നിരവധി ചലഞ്ചിലൂടെയാണ് ഞങ്ങൾ അതിനുള്ള പൈസ ഉണ്ടാക്കിയത്. അത് അവർ തരാൻ തയ്യാറായി. അതിന് അവരോടാണ് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നത്.